നിങ്ങൾ രാവിലെ പറയും ഏതെങ്കിലും നിങ്ങളെന്ന് വെച്ചാൽ ഒരാളെ ഉദ്ദേശിച്ചല്ല KPCC പ്രസിഡന്റിനെ മാറ്റും, അന്ന് മുഴുവൻ അതാ ചർച്ച. പിറ്റേ ദിവസം പറയും KPCC പ്രസിഡന്റ് മാറ്റുന്നില്ല, അതുകൊണ്ട് അത് ചർച്ചയാക്കും. മൂന്നാമത്തെ ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പറയും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഞങ്ങൾ ഇത് രണ്ടുപേരും കണ്ട് കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു തരത്തിലും ഒന്ന് പിണങ്ങിയിട്ട് പോലും ഇല്ല. എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ വാർത്തകളാണ്. ഞാനൊരു കാര്യം, ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഒരുമിച്ചൊരു പത്രസമ്മേളനം നടത്തി. ബ്രൂവറിയെക്കുറിച്ചും PP കിറ്റിനെ കുറിച്ചും 3 പ്രധാനപ്പെട്ട അഴിമതികൾ വന്നു. ബ്രൂവറി, PP കിറ്റ്, KFC. കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ കൊണ്ടുവന്നു. എത്ര പേര് ചർച്ച ചെയ്തു. ഇതിന് വേറൊരു അജണ്ടയും കൂടി നിങ്ങളറിയാതെ അതിൽ പെട്ടുപോകരുത് എന്നാണ് മാധ്യമങ്ങളോട്. സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ എനിക്കെതിരെ ഒരു വിമർശനം ഉണ്ടായി. വിമർശിക്കാൻ പാടില്ല എന്നെ. അത് നിങ്ങൾ എന്തിനാ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്യണം? ഞാൻ കൊള്ളരുതാത്തവനാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. CPM അല്ല. എനിക്കെതിരെ വിമർശനം ഉണ്ടാവും പാർട്ടിയിൽ. ഞാൻ ഇതിനു മുമ്പുള്ള നേതാക്കന്മാരെ പാർട്ടിക്കകത്ത് വിമർശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ പോയത് എന്താ? ബ്രൂവറിയും പോയി, PP കിറ്റും പോയി, KFCയും പോയി. ആരാ ജയിച്ചത്? അജണ്ട മാറ്റാൻ, നിങ്ങളുടെ അജണ്ട മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫീഡിങ്സ് കംപ്ലീറ്റ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പരാതിയില്ല, പരിഭവമുണ്ട്.